ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു പ്രതീക്ഷിക്കാത്തൊരു വ്ളോഗിങ്ങാണ്. ഞാൻ ഈ വീഡിയോ സത്യത്തിൽ മഴ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ചെയ്തിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നല്ല മഴക്കാർക്ക് കണ്ടിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ മഴയുടെ ഷൂട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തതാണ്. പക്ഷേ പിന്നെ ഇങ്ങോട്ട് മഴ പോയി, പിന്നെ എനിക്ക് ആകതായി. ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്ളോഗാക്കാം, മുറ്റമൊക്കെ കാണാം, മുറ്റത്ത് കൂടെ ഒരു ചെറിയ സവാരി ആക്കാമെന്നൊക്കെ. അപ്പോൾ അതാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതിലെ സംഭവം പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. ഞാൻ ചെറുതായിട്ട് എൻ്റെ മുറ്റത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കടന്നാലോ. വ്ളോഗ് എടുക്കുന്ന ടൈം ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ഒരു 3:30 ശേഷമൊക്കെയാണ് ഞാനിത് എടുക്കാൻ തുടങ്ങിയത്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് മുന്നായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനിത് റെക്കോർഡും ആ ടൈമിൽ തന്നെ ചെയ്യണം കേട്ടോ. ചെറിയ ചെറിയ എന്തെങ്കിലും പൊട്ടത്തരങ്ങളും കേൾക്കാം. അപ്പോൾ ഞാൻ അത്രയ്ക്ക് വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. തനി പച്ച മലയാളം പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് കടക്കാം കേട്ടോ വ്ളോഗിലേക്ക്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത് മഴക്കാറ് കണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഇറങ്ങുന്ന സമയത്ത്. പക്ഷേ എന്നിട്ട് ആ സമയത്താണ് ഈ കോഴിക്കളൊക്കെ മഴക്കാറ് കണ്ടിട്ട് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ വന്നൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇത് ടാർപ്പായ ഉണ്ട് ഇവിടെ മുകളിലായിട്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് അവരൊക്കെ. ഇപ്പോൾ മഴ വരുന്ന കണ്ടിട്ടുള്ള ഇതിട്ട് ആയിരിക്കും വന്നിരുന്നത്. പക്ഷെ പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അന്ന് മഴ പെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് മൂടിക്കെട്ടിക്കൊണ്ട് കേട്ടോ. പക്ഷേ ക്യാമറയിലായിട്ടാണ് ഇത്രയൊക്കെ ക്ലിയർ എന്ന് തോന്നുന്നത്. പക്ഷേ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ കണ്ടോ ഇവിടെ ടയർപ്പായുണ്ട്, അതിൻ്റെ ചുവട്ടിലാണ് ഈ കോഴിക്കളൊക്കെ ഇരുന്നത്. അപ്പോൾ ഇങ്ങനെ മഴക്കാർ പോയതും കണ്ട അവരും പോയി. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ക്യാമറ ഒന്നും എടുക്കാനോ ഉണ്ടാവില്ല. ഡ്രസ്സൊക്കെ ചേക്കിയിട്ടേക്കും, അതൊക്കെ നനയും. അത്രയ്ക്ക് പെട്ടെന്ന് മഴ പെയ്യാറൊക്കെ ഉണ്ട്. ഇന്നെന്താവോ ഞാൻ ക്യാമറ കൊണ്ട് തരുന്നല്ലാതെ മഴ പെയ്യണമൊന്നും കണ്ടില്ല. അല്ലെങ്കിൽ ഡ്രസ്സൊന്നും എടുക്കാനോ ഉണ്ടാവില്ല. അതൊക്കെ പകുതി നനയലൊക്കെ ഉണ്ട് ചിലപ്പോൾ. അത്രയും പെട്ടെന്നൊക്കെ മഴ പെയ്യലുണ്ട്. ഇന്നിപ്പോൾ എന്താവോ ഏതായാലും ഇപ്പോൾ ഞാൻ ക്യാമറ എടുത്തില്ലേ, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ അധികം ഞാൻ ഉൾനാട്ടിലാണ്, ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ പച്ചപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചാൽ. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്നും മയിലുകൾ വരലുണ്ട് കേട്ടോ. അവിടെ അടുത്ത് തന്നെ അപ്പുറത്ത് മലയാണ്, അവിടെ കാണുന്ന തോട്ടമുണ്ട് കേട്ടോ. ആ തോട്ടൻ്റെ അപ്പുറത്ത് മലയൊക്കെ ഉണ്ട്. അപ്പോൾ ആയിക്കൂടെയൊക്കെ മയിലുകളെന്ന് വരലുണ്ട്. മയിലും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. മയിലിന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. മറ്റു കോഴികൾ വരുന്ന അതിനെ വീട്ടിലേക്ക് വരൽ വന്ന് എന്തെങ്കിലുമൊക്കെ തിന്നിട്ടൊക്കെ പോകുള്ളൂ. കോഴിക്കൊക്കെ ഇട്ട് കൊടുത്ത ചോറോ ഒക്കെ എന്തെങ്കിലും തിന്നിട്ടൊക്കെ ആയിട്ടുള്ളൂ പോവാറുള്ളൂ. അപ്പം എനിക്ക് ജലദോഷമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതിട്ട് ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ടിന് തന്നെ ഒരു മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എണീച്ചിട്ടില്ല. മോളുണ്ട്, എൻ്റെ ചെറിയ മോളുണ്ട് എൻ്റെ മടിയിൽ. അപ്പോൾ അവളവിടെ ഇരിക്കണോണ്ട് ഞാനിങ്ങനെ ഇരുന്ന് കണ്ട് എന്നെ ഷൂട്ട് ചെയ്യണ്. പിന്നെ പറഞ്ഞാൽ ഏതായാലും 3:30 ഒക്കെ ആയില്ലേ, 4 മണിയൊക്കെ ആവാനായല്ലോ. അപ്പോൾ വലിയ മോളിപ്പോൾ സ്കൂളിൽ വിട്ട് വരും. അവൾ സ്കൂളിൽ 4 മണിക്കാണ് വിടുക. അപ്പോൾ അവളെയും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കോഴി കേട്ടോ, ഇവിടുത്തെ ഉമ്മാൻ്റെ കോഴിക്കളാണ്. ഇമ്മയാണ് ഇവിടെ കോഴിക്കളെ നോക്കുന്ന ആൾ. അപ്പോൾ അവരും ഇപ്പോൾ എന്തൊക്കെയോ ഒരു മൂഡ് ഔട്ടിലാണ്. മഴയൊക്കെ വന്ന് അത് പോയി എന്തെല്ലാം ഒരു മൂഡ് ഔട്ടിലാണ്. അപ്പോൾ കണ്ടോ മോള് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൾ ഇരുന്നിട്ട് എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യാണ്. കണ്ടോ ഇതാ മോളുണ്ടോ, അവൾ ചിരിക്കണമൊക്കെ ഉണ്ട്. പിന്നെന്താ, ഇതൊക്കെ തന്നെ ഇവിടെ കാണാൻ. ഇത് അടുക്കള ഭാഗമാണ് കേട്ടോ, ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഭാഗം. അപ്പോൾ അടുക്കള ഭാഗത്തു കൂടിയാണ് മോള് വരിക. കാരണം ഇവിടെ അടുത്തൊരു കോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ റോഡ്, അവിടെ ഇറങ്ങിയിട്ടാണ് അവൾ വരല്. അപ്പോൾ ഏതായാലും മഴ വരുന്ന ലക്ഷണമൊന്നും കാണാമല്ലോ, മഴക്കാറ് പോയി തോന്നുന്നു. ചെടി ഇങ്ങനെ ചെറുതായിട്ടും മുരളൊക്കെ ഉണ്ട്.
നമുക്ക് ഏതായാലും ക്യാമറ ഓണാക്കി എൻ്റെ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ, അത് കാണിച്ചാൽ. അപ്പോൾ ഇതിങ്ങനെ കുമ്പളങ്ങ ഉണ്ടോ, ഇത് പടർന്നെടുക്കണം. പക്ഷെ ഇത് മറ്റേ കായ് ഉണ്ടായിട്ടില്ല എന്ന കാര്യം. കുറേ വള്ളിയൊക്കെ ഉണ്ട്, പക്ഷെ കായ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ സംഭവം ഇതെന്ത് കറിവേപ്പില കേട്ടോ. കറിവേപ്പിലിൻ്റെ മുകളിലൂടെയൊക്കെയാണ് ഈ പടർന്ന് കിട്ടുന്നത്. അത് കാണുന്നത് ഒരു കോട്ടേഴ്സാണ് കേട്ടോ, വീടിൻ്റെ അടുത്തുള്ളൊരു കോട്ടേഴ്സാണത്. അത് വീടൊന്നുമല്ല, അപ്പോൾ കോട്ടേഴ്സാണ്. പിന്നെ ഇതിൻ്റെ ഇതാണ് ഗാന്ധാരിയാണ് കേട്ടോ. ഗാന്ധാരി ഇനി പച്ചമുളകൊന്നുമല്ല, ഗാന്ധാരി തന്നെയാണ്. പിന്നെ ഇതെൻ്റെ പയറും തൊട്ടാണ്, ഞാൻ ഇപ്പം അടുത്ത് കുഴിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ഈ കോഴിക്കളൊക്കെ ഉണ്ടായതുകൊണ്ടേ ഇതെല്ലാം ഉഷാറില്ല. കോഴിക്കൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനിത് ആദ്യം ഇതിൻ്റെ വിത്താളൊക്കെ ഞാൻ മുകളിൽ ഒരു കവറിലാക്കി മുളപ്പിച്ചെടുത്തതാണ്. അല്ലെങ്കിൽ ഇത് വിത്താളൊന്നും മുളക്കാനായിക്കൂല. അപ്പോൾ കണ്ടില്ലേ ഞങ്ങളാ സംഭവം കണ്ടോ കോഴിക്കൾ. അപ്പോൾ അവരത് നല്ലോണം ചിക്കിപ്പൊറുക്കി തിന്ന് കഴിച്ചു. അപ്പം ഞാൻ എന്താ കിട്ടിയെന്നറിയോ, എല്ലാ പ്രാവശ്യം ഇങ്ങനെ നടലൊക്കെ ഉണ്ട് വിത്താൾ, പക്ഷേ ഒന്നും മുളക്കാറില്ല. ഇതന്നെ കോഴികൾ ചിക്കി തിന്നുക, അല്ലെങ്കിൽ എറുമ്പുകൾ തിന്നുക, അതന്നെ ആയിരുന്നു പണി. ഇപ്പം ഞാൻ എന്താട്ടി ഒരു ഐഡിയ കാണിച്ചു. കവറിൽ ആദ്യം ഇതൊന്ന് വിത്ത് പാകിയിട്ട് മുളപ്പിച്ചെടുത്തു. ഇത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരാഴ്ചത്തോളമൊക്കെ ആയിട്ടുള്ളൂ. എന്നാലും ഇങ്ങനെ ചെറുതായി ചിലതൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി, നമ്മൾ പച്ചക്കറീൻ്റെ തൊലികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് മെയിനായിട്ടുള്ള വളമകളൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കൽ കണ്ടോ. പിന്നെ ഇവിടെ എനിക്കൊരു കറുത്ത തൈ ഉണ്ട് കേട്ടോ, ചെറിയൊരു കറുത്ത തൈയാണ്. അത് ഇപ്രാവശ്യം കുഴിച്ചിട്ടതാണ്. അതിങ്ങനെ വരുന്നുള്ളൂ, നന്നായിട്ട് വരുന്നുള്ളൂ. അപ്പം എനിക്കിവിടെ വലുതൊന്നും കറുത്ത തൈ ഉണ്ടായിരുന്നു, അത് മഴയിൽ ചീഞ്ഞു പോയി, അത് വറ്റാണ്ടായി. പിന്നെ ഇപ്പോൾ കുഴിച്ചിട്ടതാണത്. പിന്നെ ഉള്ളത് ഒരു മുരിങ്ങ തൈയാണ്. മുരിങ്ങ തൈ ഇവിടെ നോക്കിയാൽ ഇങ്ങനെ ഞങ്ങളെ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്, കാണുന്നുണ്ടോ. ഞാൻ മുരിങ്ങ വേണമെങ്കിൽ ടെറസിൻ്റെ മുകളിൽ പോയിട്ടോ പറിച്ചൽ, അല്ല ഇവിടെ നിന്നൊന്നും കിട്ടൂല. അപ്പോൾ അത് അതിൻ്റെ മോളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ അവൾ ഈ കോട്ടേഴ്സിൻ്റെ മുന്നിൽ ഇറങ്ങിയിട്ടാണ് വരല്. ഞങ്ങളുടെ മുന്നിലുള്ള റോട്ടിൽ കൂടെ ആണെങ്കിൽ കുറേ പോകണ റോട്ടിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അവൾ ഇവിടെ ഇറങ്ങിയിട്ടാണ് വരല്. അപ്പോൾ അവളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ സ്കൂൾ വിടൽ 4 മണിക്കാണ് കേട്ടോ. ഒരു 4:05 ആകുമ്പോഴത്തേന് ഇവിടേക്ക് എത്തും. അവൾക്ക് ആകെ കുറവായിക്കണ്. ഇപ്പോൾ ആണോ ഇവളിൻ്റെ ഒക്കത്ത് നിങ്ങൾ ചിരിക്കണ്. അപ്പോൾ അവളെ കണ്ട് എൻ്റെ എക്സ്പ്രഷൻ കാണട്ടെ ഇനി അവളെ കാണുമ്പോൾ. എന്നാ പോയി മൂത്രച്ചു പോരി, ഷോക്സ് ഊരിട്ടാ. അപ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ താത്താനെ കാണുമ്പോൾ. എന്നിട്ട് ചോറ് ഫുള്ള് തിന്നേ. ബാക്കിയുള്ള കുട്ടികളെ നിസ്കാരം കഴിഞ്ഞു. ഇന്ന് റഷ്യ പിന്നെ ഞാന് പിന്നെ ഈ മൂത്രയ്ക്കാൻ മുട്ടിണ്ടെങ്കിൽ മൂത്രയിച്ച് പോന്നാ. അപ്പോൾ അവൾ വന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് പറയും കേട്ടോ. അപ്പോൾ മൂത്രയ്ക്കാൻ മുട്ടിയിട്ട് കണ്ടോ സംഭവത്തിൽ അവൾ അവിടെ ലൈറ്റ് ഉണ്ട്, മമ്മി ഉണ്ട് പോയി ഇതച്ചു. അപ്പോൾ അവൾക്ക് അത് പറയാൻ ഞാൻ പിന്നെ ഒരു സമാധാനമല്ല. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ അടുക്കളത്തോട്ടല്ലേ പറ്റി. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അതുപോലെ ബാക്കിയുള്ളതാണ് മല്ലിച്ചപ്പില്ല, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മല്ലിച്ചപ്പാണ് കേട്ടത്. ഇത് രണ്ടും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ കൊടുന്നതാണ്. അപ്പോൾ ഇവിടെ ഇല്ല, അവിടെ ഒരുപാടുണ്ട്. പിന്നെ ഇത് വേറെ കാന്താരിൻ്റെ തന്നെ കേട്ടോ തൈ. പിന്നെ അതൊരു കറിവേപ്പ് തൈയാണ്. ഇത് ഇവിടെ ഞങ്ങൾ കുടിരിക്കണീനൊക്കെ മുന്നേ കുഴിച്ചിട്ടതാണ്. ഇവിടെ ഉത്തരമായിട്ടുള്ളൂ. അപ്പോൾ ഇതന്നെ ഞാൻ ഇടയ്ക്ക് പറിച്ചൊക്കെ ചെയ്യും. എൻ്റെ ആവശ്യത്തിന് പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് കറിവേപ്പില കഴിഞ്ഞിക്കണമെങ്കിൽ അതിൽ നിന്ന് വന്ന് പെട്ടെന്ന് വന്ന് വലിച്ചെടുക്കലാണ്. ഇത് ചെറിയൊരു കാന്താരിൻ്റെ തൈ തന്നെ. അത് കോഴിക്കളെന്താ കടിച്ചാൽ അറിയില്ല, അത് പറ്റിയതായിരുന്നു. പിന്നുള്ളത് ഇവിടെ
ഒരു കുമ്പളങ്ങ വള്ളി ഉണ്ട്, കുമ്പളത്തിൻ്റെ വള്ളി. ഇപ്പം അതിമൊന്ന് ചെറുതുണ്ടായതാ ഒരുപാട് കാലത്തിന് ശേഷം. ഇതാണ് ചെറിയൊരു കുമ്പളങ്ങയാണ്, എന്നാലും ഞങ്ങൾക്കൊരു കറിക്കൊക്കെ മതിയാവും. അപ്പോൾ മൂത്തിട്ടൊന്നുമില്ല, അപ്പോൾ ഉണ്ടായി വരുന്നുള്ളൂ. അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ അതിൻ്റെ വള്ളി തന്നെ. അതുമ്മേലും ഒന്നേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെയായിട്ട്. അപ്പോൾ ഇതാണ് കുറച്ച് ഇതന്നെ ഞങ്ങൾ കറിവേപ്പില. ഇതും കറിവേപ്പില. ഇവിടെ കറിവേപ്പില എൻ്റെ ഒരു തോട്ടം പോലെ ഉണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നിലാണെങ്കിലും ഉണ്ട് ഒരുപാട്. എന്നിട്ട് ഞങ്ങൾ കിണറാണ്. അപ്പോൾ കിണറിൻ്റെ കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട, പുരാതന കാലത്തിലെ വലയൊക്കെയാണ്. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് വെള്ളത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവിടെ തെങ്ങ്, മാന കോഴിക്കോട്, അതാ ഞങ്ങൾ മുന്നിട്ടാ കാണാതാണ് മുന്ന്. അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ മഴക്കാറ് കണ്ട് ക്യാമറ എടുത്താ മഴയും പോയി വെയിലും പോയി എന്ന മാതിരി. എൻ്റെ പുറലോകമാണ് അല്ലമ്മ. കണ്ടു ഇതൊക്കെ പൂവാണ് കേട്ടോ. ഇത് കുറേ വിത്താളൊക്കെ വന്നിക്കും കണ്ടോ. ഇങ്ങനെ സംഭവം ഇത് എന്താ കാട്ടുമല്ലിക്കാണോ കോസ്മോസ് എന്തൊക്കെ അങ്ങനെ പറയും. ഇതിൻ്റെ ഇടയിൽ കൂടെ പേരക്ക തൈ ഉണ്ട്, മാങ്ങ മൂച്ചിണ്ട്, പിന്നെ റോസാ ചെടി ഉണ്ട് കണ്ടോ. കണ്ടോ ഇപ്പോൾ ഉണ്ടോ. വീണ്ടും ഇവിടെ കറിവേപ്പില. ഇത് പിന്നെ നല്ലൊരു ഇതിലുള്ള കറിവേപ്പില കേട്ടോ. ഇത് നല്ല അധികം കാണാനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മൂച്ചിത്തൈ ഉണ്ട്, ഉറുമാമ്പഴത്തിൻ്റെ തയ്യാട്ടത്. ഇത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ അന്ന് ഞങ്ങൾ വിത്ത് പാകിയത് സംഭവത്തിൽ. ഇത് പിന്നെ ഇപ്പം വലിയ ഉഷാറൊന്നുമില്ല, അന്ന് ഇങ്ങനെ ഉഷാറുണ്ടായി. ഇതുമ്പോൾ കായൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സംഭവം ഇങ്ങനെ ഉണ്ട് ഇവിടെ, ഇതുമ്പോൾ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പച്ചപ്പൊക്കെ ഉണ്ട്. ഈ സംഭവം ഉണ്ടത്. പിന്നെ ഇതുണ്ട്, ഞാൻ സപ്പോട്ട വെച്ചിട്ടതാ കണ്ടോ. പണ്ടൊരാട് വന്ന് കടിച്ചതാ. സപ്പോട്ട ഉണങ്ങിപ്പോയി എന്നല്ലെങ്കിലും ഈ ഇതിന് തൈ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് പച്ചയൊന്നുമല്ല, ഉണങ്ങിയിട്ടുണ്ട്. അല്ല മീഫ. പേരക്ക തൈ, അതും ഒരുപാട് പേരക്കുണ്ട്. അത് ചെറിയ പേരക്കുണ്ട്, ആർക്കും വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ കടിച്ച് മുറിച്ച് തിന്നും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇളയതാകുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ തുടങ്ങും കടിച്ച് മുറിച്ച് തിന്നാനൊക്കെ. ഇതിലോട്ട് ഞങ്ങൾ മുന്നിൽ വൈകിയത് കേട്ടോ. ഇതിൽ കൂടെ പോയി റോട്ടിലേക്ക് ചാടലാണ്. പിന്നെ കാണാനൊക്കെ ചെടിച്ചട്ടികളാണ്. അത് ഞാൻ പണ്ട് ഭയങ്കര ചെടിപ്രേമിയായിരുന്നു, അന്ന് കുഴിച്ചിട്ടതാ. ഇപ്പോൾ പറഞ്ഞാൽ മക്കളൊക്കെ ചെറുതാണ്, ഇപ്പോൾ ഒന്നിനും ടൈമില്ല. അപ്പോൾ അതിന് ശ്രദ്ധിക്കൽ തന്നെയല്ല കണ്ടോ. ഇതിലൊക്കെ ഇപ്പം എന്തൊക്കെയാ, അതിലെന്തൊക്കെയോ ചെടിയുണ്ട്. ഇതിലൊന്നും ഒന്നുമില്ല, പുല്ലാണ്. ഇതിൽ തുളസി, അതൊക്കെ താനുണ്ടായതാ തുളസിയൊക്കെ. അടുത്ത് വൈതരങ്ങ തൈ ഉണ്ട് കേട്ടോ. കണ്ടോ കണ്ടമ്മിപ്പ. ഇങ്ങോട്ട് വന്നാൽ ഇതൊരു വൈതരങ്ങ തൈയാണ് കണ്ടോ. നമ്മൾ കായൊക്കെ പണ്ടുണ്ടായി, ഇപ്പോൾ കുറേ ആയി. ഇത് വെള്ളഗാന്ധാരിൻ്റെ തയ്യ. ക്ലിയർ ഇട്ടില്ല അല്ലേ. ഓയ്. പിന്നെ ഞാനിവിടെ കുറച്ച് കുറ്റിപ്പയറുകളെ കുറ്റിട്ടിപ്പണ്. സംഭവത്തിൽ വെയിലിങ്ങനെ അടിച്ചിട്ട് ലൈറ്റ് ഓവറായിരുന്നു, ക്ലിയറായിട്ട് കാണുന്നൊന്നുമില്ല. അപ്പോൾ ഇത് കുറ്റിപ്പയറെന്ന് പറയുന്നത് നമ്മൾ വമ്പയറില്ലേ, അതാണ് സംഭവം. ഞാനിവിടെ പാകിയത്. അപ്പോൾ അത് മറ്റേതിന് അവിടെ അടുത്ത ഭാഗത്ത് പയറ് അത് തന്നെ പാകിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ തെച്ചുണ്ട്, കുറച്ച് അങ്ങനെ നല്ല ചില്ലറ ചെടികളൊക്കെ ഉണ്ട്. വീണ്ടും അവിടെ മോൾക്ക് ചായ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് പോകുന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് ചായ കൊടുത്തിട്ട് ബാക്കി എടുക്കാനാണല്ലോ. അവിടെ നിന്ന് ചെറിയ തോട്ടം, റബ്ബർ തോട്ടം. അപ്പോൾ അവിടെ പോയി കുറച്ച് ചിലപ്പോൾ അവിടെ ഉണ്ടാവാറുണ്ട് മരങ്ങളൊക്കെ.
അവിടെ നിന്ന് പോയി നോക്കണം എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് നോക്കാറുണ്ട്. ചായ കൊടുക്കട്ടെ വിചാരിച്ചു. അവൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വെള്ളം തീമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ആ ഗ്യാസിൻ്റെ കുറ്റി പൂട്ടി കൊണ്ടാണ് അത് തുറന്ന് എന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചായയൊക്കെ അങ്ങനെ റെഡിയായി. കുട്ടിക്ക് ഞാൻ പെട്ടെന്ന് ചായയും മിച്ചറും ഇട്ടെന്ന് കടി. അപ്പോൾ ഇന്ന് ബേക്കറി കൊടുക്കാൻ വിചാരിച്ചു. കാരണം ഞാൻ ഉച്ചക്ക് തേങ്ങാച്ചോറും ബീഫ് കറിയാണ് വെച്ചിന്. അപ്പോൾ അവൾക്ക് അത് ഞാൻ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അവൾക്ക് ഇന്ന് കൂട്ടുകാരികളൊക്കെ വന്നിരിക്കണം കളിച്ചാൻ വേണ്ടി. അപ്പോൾ അവൾക്ക് അർജൻറ്റാണ്. അപ്പോൾ പിന്നെ സിമ്പിളായിട്ടുള്ള കടി കൊടുക്കാൻ വിചാരിച്ചു. അവൾക്ക് ഈ ബേക്കറി ഒന്നും അധികം കഴിക്കാനൊന്നും പറ്റില്ല. കാരണം അവൾക്ക് ഇടയ്ക്കൊരു വയറുവേദനയൊക്കെ വരലുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇതാ പറഞ്ഞത് ബേക്കറി ഐറ്റംസൊക്കെ കുറക്കാൻ, ദഹനക്കമ്മി ഉണ്ടെന്നൊക്കെ. പിന്നെ അധികം ഇത് അവോയ്ഡ് ചെയ്യൽ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ അർജൻറ്റ് വേളകളിലൊക്കെ ഇങ്ങനെ കൊടുക്കും. അതിനിടയിൽ ചെറിയ മോൾക്ക് വേണം ചായ എന്ന് പറഞ്ഞിട്ട് അവൾ ഗ്ലാസ്സൊക്കെ പിടിച്ച് വാങ്ങി ഒറ്റയ്ക്ക് കുടിക്കാൻ കേട്ടോ. അപ്പോൾ സംഭവത്തിൽ ഓൾ നേരെ പിടിച്ചൊക്കെ കുടിച്ചിരുന്നത്. ഒന്നും കിട്ടൊന്നുമില്ല. പക്ഷെ അത് കാണാൻ തന്നെ വേറെ രസമാണ്. ഞാൻ ഗ്ലാസ്സൊക്കെ അവിടെ കൈ കൊടുത്തിട്ടുണ്ട്. അവൾ താനെ കുടിച്ചാലും പുറപ്പാടിലാണ്. ഓൾ താനെ കുടിച്ചുമ്പോൾ തന്നെ അതിലുള്ള ചായ കുറച്ചുണ്ടാവും, അത് കളയുകയും ചെയ്യും. ചോൾക്ക് സന്തോഷമാണ് കേട്ടോ കണ്ട ചിരിക്കണതൊക്കെ. എന്നിട്ട് അതിലേക്ക് നോക്കും, വീണ്ടും കുടിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓള് ക്യാമറ കണ്ടുകൊണ്ട് ഇപ്പം അതുമ്പൊക്കെ നോക്കുകയാണ്. ഏതായാലും അതിലുള്ള ഗ്ലാസ്സൊക്കെ ചാടി അവളതിന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചായക്കുടിൻ്റെ സമയം കഴിഞ്ഞു. പിന്നെ വീണ്ടും പറഞ്ഞില്ല ഇവിടെ തോട്ടമുണ്ട് അങ്ങോട്ട് പോകണമെന്ന്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തോട്ടത്തിൽ കൂടിയാണ് മയിൽ വരൽ. അപ്പോൾ ഈ തോട്ടം പറഞ്ഞാൽ റബ്ബർ തോട്ടമാണ്. ഇതിപ്പോൾ ചെറിയ തോട്ടമാണ് കേട്ടോ റബ്ബറിൻ്റെ. അധികം റബ്ബറിന് വണ്ണമൊന്നും ആയിട്ടില്ല, ചെറിയ തോട്ടമാണ്. അപ്പോൾ ഇത് കൂടെയൊക്കെ ഉണ്ടാവാറുണ്ട് മയിൽ. പക്ഷേ ഇന്ന് ഒറ്റൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ രാവിലെ മുതൽ ഉച്ചവരെയൊക്കെ ഉണ്ടാകലൊക്കെ ഉണ്ട്, ഇന്നൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇനി ഈ തോട്ടത്തിൽ കൂടെ വെറുതെ നടക്കാമെന്ന് വിചാരിച്ചു. പച്ചപ്പൊക്കെ ഉണ്ട്. പിന്നെ ഈ തോട്ടത്തിൻ്റെ സെൻറ്ററിലായിട്ടൊരു പേരക്കത്തോട്ടം, എന്നാൽ അടക്കപ്പായ എന്നൊക്കെ പറയും. ഞാൻ അവിടെ അധികം അടക്കപ്പായ എന്നാണ് പറയുക, ആ ഒരിതുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടൊരു അടക്കപ്പായൊക്കെ പറിച്ചാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ മോളും അവിടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ കൂടെ. ആകെ കലപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവരവരെ രീതിയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പേരക്ക പറിക്കാൻ പോട്ടെ വിചാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതാണ് കേട്ടോ പേരക്കത്തോട്ടം. അപ്പോൾ ആ മരം ചെറുതാണെങ്കിലും അതിന് ഒരുപാട് പേരക്കൊക്കെ ഉണ്ട്. എനിക്ക് പേരക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് പറിച്ചിട്ട് തിന്നാന്നൊക്കെ വിചാരിച്ചു. അതുപോലെ തന്നെ പേരക്ക അധികം പഴുത്തതൊന്നും ഇഷ്ടമല്ല. ആ ചെനച്ചതുണ്ടല്ലോ, പഴുക്കാനായത്, നന്നായിട്ട് മൂത്തിട്ടുള്ളത്, ആ ഒരു സമയത്ത് എനിക്കിഷ്ടം. അപ്പോൾ അത് പറിച്ചിട്ട് അങ്ങനെ ഒരു ഇളം പുളിയും ഇളം മധുരം എന്നുള്ള രീതിയിലുണ്ടാവുമല്ലോ സമയത്താണ് കേട്ടോ. അപ്പോൾ ഇത് പറിക്കണത് അമ്മോൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവൾ വന്നിട്ട് എൻ്റെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അവൾ ചെറിയ മോളെ കാണാൻ വേണ്ടി വന്നതാണ്. അതിനിടയിൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടത്. അപ്പോൾ ഓള് എനിക്ക് പേരക്കൊക്കെ അടക്കപ്പായൊക്കെ പറിച്ചു തന്നു. ശേഷം അവളാണ് കേട്ടോ പിന്നെ ഫോണും കൊണ്ട് പോയത് മയിലിനെയും തേടി. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പോയോക്കെട്ടെന്ന് പറഞ്ഞങ്ങാണ്ട് ഫോണും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതിൻ്റെ ഈ ഒരു തോട്ടത്തിൻ്റെ അപ്പുറത്ത് കുറേ പാടൊക്കെയാണ്. ഈ കാവുങ്ങൊക്കെ ഉള്ള പാടങ്ങളാണ്. അതിനപ്പുറത്താണ് മല. അപ്പോൾ ഇതിൽ കൂടെയൊക്കെയാണ് മയിലൊക്കെ വരാൽ. അപ്പോൾ ഇന്നൊന്നും കണ്ടതൊന്നുമില്ല. പിന്നെ ഞാൻ നേരെ പോയത് ആ തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് തറവാട് വീടുണ്ട്. പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ കുറേ സംസാരിച്ച് നിന്നു. അവിടെ വന്ന ശേഷം അവിടുന്ന് വന്നിട്ട് പിന്നെ മഗ്‌രിബ് കൊടുത്ത സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്ന്. അതോടെ പിന്നെ ഞാൻ ഫോണൊക്കെ പൊട്ടി പെട്ടിയിലിട്ട് വെച്ചു. അതോടെ നമ്മളെ വ്ളോഗ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.